ഒന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ അത് കൂട്ടി. ഞങ്ങൾക്ക് ഫസ്റ്റ് മാസങ്ങളിൽ, അതായത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യത്തെ മാസങ്ങൾ നല്ല റവന്യൂ വന്നു. കാരണം ഇത് നല്ല റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഞങ്ങൾ അടുത്തൊരു മാർച്ച് മാസം വരെ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു, കുട്ടികൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുത്തു, നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു റവന്യൂ കിട്ടിയതോടെ ഞങ്ങൾ എന്ത് ചെയ്തു, നിലമ്പൂരിൽ ഞങ്ങൾ ബ്രാഞ്ച് ഓപ്പൺ ആയി. നിലമ്പൂർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണ്, 2020 മാർച്ചിലാണ്. മാർച്ചിൽ ഇനാഗുറേഷൻ. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഫണ്ടൊക്കെ കണ്ട്, ഞങ്ങൾ കിട്ടിയ ഫണ്ടൊക്കെ വെച്ച് ഇതാക്കി. ഇനാഗുറേഷൻ്റെ സമയമായപ്പോഴത്തേന് കൊറോണ വന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ അത് കൂട്ടി. അതിനുശേഷം നമുക്കറിയില്ലല്ലോ ഇത് കൊറോണ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുള്ള അറിയില്ലല്ലോ. ശരിക്കും ഒരു 8 മാസത്തോളം ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കൊറോണ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് ഓപ്പൺ ആവും. നോർമലി ഈ ഓൺലൈനിലേക്ക് ആളുകൾ സ്വിച്ച് ആവും, ഇതാവുന്നുള്ള ചിന്ത ഒന്നും നമുക്കില്ല. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും. അപ്പോൾ ഞങ്ങൾ പരിപാടികളാണ് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളത് എന്ത് ചെയ്തു, കോട്ടയ്ക്കലും പെരിന്തൽമണ്ണയും പിന്നെ പാലക്കാട് ചാലിശ്ശേരിയിലൊക്കെ ഞങ്ങൾ ഓരോ ഫ്രാഞ്ചൈസ് മോഡൽ, ഞങ്ങളൊരു ഓൺ മോഡൽ ഞങ്ങൾ എന്ത് ചെയ്തു സംഭവം വർക്ക് ചെയ്ത് നോക്കി. പക്ഷെ അവിടെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാസ്കൊക്കെ ഇട്ട് വരാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് കാലം അത് ഞങ്ങൾ റൺ ചെയ്തു. പക്ഷേ വിചാരിച്ച ഒരു റിസൾട്ട് ഞങ്ങൾ